നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഒരു യൂട്യൂബറിൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നുള്ള സംഭവമാണ്. ആളുടെ പേരൊന്നും നമ്മൾ പറയുന്നില്ല എങ്കിൽ പോലും ഒരു സെലിബ്രിറ്റീൻ്റെ ഭാര്യ ഒളിച്ചോടി പോയതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം കണ്ടൻ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുന്നത് അവളെടുത്ത ഒരു തീരുമാനം ഇങ്ങനെയായിരുന്നു എടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ്. എന്താ തോന്നുന്നത്? അതായത് ഒരു ആളുമായിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, തലേ ദിവസം വരെ എല്ലാ മീഡിയകളിലും എല്ലാം സന്തോഷത്തോടെ നിന്ന ഒരാൾ. അതാണ് പ്രശ്നം. പലപ്പോഴും ഇതുപോലെയുള്ള സെലിബ്രിറ്റികൾ പരസ്പരം ഒരു വിയോജിപ്പുണ്ടെങ്കിൽ അത് കണ്ടന്റ് ആക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ച് വരാതിരിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർ കഴിഞ്ഞ ദിവസം വരെ ഒരുമിച്ച് വന്ന ആൾക്കാരാണ്. പെട്ടെന്ന് പ്രശ്നം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അവരുടെ ഇടപെടലല്ല. അതിനുശേഷമാണ് ഇപ്പോൾ പെട്ടെന്നൊരു ഒളിച്ചോട്ടം എന്ന രീതിയിൽ വരുന്നു. CCTV ദൃശ്യങ്ങൾ വരുന്നു. അവൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു. ഇതൊക്കെ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെയാണ് ആദ്യം ജനങ്ങളൊക്കെ ഇത് അറിയുന്നത്. അതിനുശേഷമാണ് വാർത്താ മാധ്യമങ്ങളിലേക്ക് ഇത് എത്തുന്നത്. രണ്ട് ദിവസം മുന്നേ നടന്ന സംഭവമാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു വിഷയത്തിന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് ആ കുട്ടിക്ക് വേണമെങ്കിൽ ആളോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് മാന്യമായുള്ള രീതിക്ക് വേണമെങ്കിൽ പിരിഞ്ഞു പോകാമായിരുന്നു. ഇത് അതിനൊന്നും നിൽക്കാതെ പെട്ടെന്നൊരു ദിവസം ആളോടും പറയാതെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിപ്പോയതിൽ ശരിയായ നിലപാടല്ല സ്വീകരിച്ചത്. ഇപ്പോൾ കല്യാണം കഴിച്ച ഒരാളാണല്ലോ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ദാമ്പത്യത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് വേറൊരാളെ ചൂസ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അനുവിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയായിരുന്നോ ചെയ്യേണ്ടുന്നത്? ഇല്ല, നമ്മൾ ദാമ്പത്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ആ കുട്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വേറൊരാളോട് ഇതുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വേറൊരാളുടെ ഒപ്പം പോകുന്നത് എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരാളുടെ അടുത്ത് ഇപ്പം നമ്മുടെ പാർട്ട്ണറിന് വേറൊരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമാണെങ്കിൽ നമ്മളത് പറഞ്ഞ് സംസാരിച്ച് അതെന്തായാലും നമുക്കിടയിൽ ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മൾ വേർപിരിഞ്ഞായിരിക്കും താമസിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പൊതു ഇടങ്ങളിൽ നമ്മൾ പരസ്പരം നമ്മൾ രണ്ടുപേരുമായിട്ട് പോകുന്നൊന്നും ഉണ്ടാവത്തില്ല. ഇത് എല്ലാവരുടെയും മുൻപിൽ പരസ്പരം ഭയങ്കര സ്നേഹമാണെന്ന് കാണിച്ച് മീഡിയകൾക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം അവൻ ഇങ്ങനെ വേറൊരു ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ വേറൊരാളുടെ ഒപ്പം പോകുന്നു എന്നത് പറയുന്നതിൽ കാര്യമില്ല. അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയി നിന്നിട്ട് അവരവരുടെ പക്ഷം ന്യായീകരിച്ച് അങ്ങനെ വേർപിരിഞ്ഞ് ഡിവോഴ്സ് ആയിട്ട് പോകാമായിരുന്നു. അല്ലാതെ ഡിവോഴ്സ് ആയില്ലെങ്കിലും ഇതുപോലൊരു മുന്നോട്ട് പോകാനൊരു താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ട് പോയാലും കുഴപ്പമില്ലായിരുന്നു. ഇത് മറ്റൊരാളോട് ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ വേറൊരാളെ തേടി പോകുന്നു, ഞാൻ അല്ലെങ്കിൽ വേറൊരാളുടെ ഒപ്പം പോകുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഈ പറയുന്നത് പോലെ ഈ യൂട്യൂബറിന്റെ ഈ ഒരു വിഷയം എന്തിനാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത് പലരും ഇപ്പോൾ ഇത്തരത്തിൽ വരുന്ന വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് മറ്റൊരാളുടെ വ്യക്തി ജീവിതം എടുത്തിട്ട് ഇങ്ങനെ കണ്ടന്റ് ആക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. സോഷ്യൽ മീഡിയക്ക് അതാണല്ലോ ഇഷ്ടം. മറ്റൊരാളുടെ കുടുംബജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നതിലേക്ക് എത്തി നോക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു കണ്ടന്റ് ആണ്. അത് എല്ലാവരും കണ്ടന്റ് ആക്കി എടുക്കുന്നു. അത് മാത്രമല്ല, ഈ പറയുന്ന യൂട്യൂബറിൻ്റെയും വൈഫിൻ്റെയും കാര്യം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഈ പറയുന്ന പോലെ വേറൊരാളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തമാശ രൂപേണ കണ്ടന്റ് ആക്കി സോഷ്യൽ മീഡിയയിലിട്ട് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ ഒരു പ്രശ്നം വന്നു എന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കണ്ടന്റ് ചെയ്യുന്നു. ഇപ്പോൾ സായി കൃഷ്ണ തന്നെ പറയുന്നുണ്ട്, ഞാനും ഇതൊരു കണ്ടന്റ് ആക്കുന്നത് അതിനുള്ളൊരു സ്പേസ് ഉണ്ട്, ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഈ സംഭവത്തിൽ ഏറ്റവും വലിയ ഞെട്ടൽ എന്ന് പറയുന്നത്, എല്ലാത്തിനും സ്പേസ് കൊടുത്തിരുന്ന ഒരാളാണ് ഈ പറയുന്ന യൂട്യൂബർ എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ പുള്ളി ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് പുള്ളിയുടെ കരിയറിലെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു. ആ സിനിമ വിജയിച്ചോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സൈബർ അറ്റാക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വൈഫിൻ്റെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ടാകുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടും പുള്ളി എടുത്തൊരു ടേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് എന്തായാലും അവളെ ഒന്നും പറയണ്ട, ഒരു കാലത്ത് ഞാൻ സ്നേഹിച്ചൊരു കുട്ടിയാണ്, അതുകൊണ്ട് ഇനി അവൾക്ക് അതാണ് തീരുമാനമെങ്കിൽ അത് അതുപോലെ ആയിക്കോട്ടെ, ഇനി അവളെ സൈബർ അറ്റാക്ക് ചെയ്യേണ്ട എന്ന് പറയും. എൻ്റെ ഒരു നിഗമനത്തിൽ അല്ലെങ്കിൽ ഒരു നിരീക്ഷണത്തിൽ അങ്ങനെ എല്ലാ തരത്തിലും സ്പേസ് കൊടുത്ത ഒരാളെ ഇങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാനുള്ളൊരു
നമ്മൾ വേറൊരാളെ ചൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓരോരോ കാറ്റഗറി ഉണ്ടാവുമല്ലോ, അത് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. ഇപ്പോൾ എല്ലാവർക്കും സംശയം വരുന്നതും ഒന്നെങ്കിൽ നമുക്കിപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് നോക്കുവാണെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാം ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് നോക്കുവാണെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ട്, സൗന്ദര്യം നോക്കുവാണെങ്കിൽ അതുമുണ്ട്. ഇനിയിപ്പോൾ സ്നേഹമില്ല എന്നാണ് പറയുന്നതെങ്കിൽ പക്ഷെ നമ്മൾ കാണുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സോഷ്യൽ മീഡിയ അങ്ങനെയാണ്, അവർ കാണിക്കുന്നതേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അവർ കാണിച്ചിരുന്നത് വെച്ചിട്ട് അവർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ലേറ്റസ്റ്റായി വന്ന അവരുടെ വീഡിയോകളിലെല്ലാം തന്നെ അവർ ഭയങ്കര സ്നേഹത്തിലാണ്. ഭാര്യനെ കുറിച്ച് പറയുന്നതെല്ലാം ഭയങ്കര സ്നേഹത്തിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനത്തേക്ക് മാറുമ്പോഴത്തേക്കും പലർക്കും സംശയങ്ങൾ തോന്നാം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം വരുന്നു. ഇപ്പൊ ചൂസ് ചെയ്തിരിക്കുന്ന ആളെ നമ്മൾ മോശം പറയുന്നതല്ല, എന്നാലും അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്തത് എന്തുകൊണ്ടെന്നൊരു ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. ഈ പറയുന്നത് പോലെ കാണുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാർ അവരുടെ യഥാർത്ഥ ജീവിതം അതാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടാണ് പറയാനുള്ളത്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുന്നത് മാത്രമേ പുറത്ത് വരുന്നുള്ളൂ. അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ അതൊന്നും ഒരുപക്ഷെ അവർ പുറത്ത് വ്ളോഗും മറ്റു കാര്യങ്ങളൊന്നും ആക്കുന്നില്ല. അപ്പോൾ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മൾ അതുപോലെ ആകണമെന്ന് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ, കാരണം ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരെ ലൈഫ് അടിപൊളിയല്ലേ, ഈ വ്ളോഗ് അടിപൊളിയല്ലേ, അതുപോലെ ആയാൽ മതിയായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി റിയാലിറ്റിയിൽ ജീവിക്കാൻ നോക്കുക എന്നുള്ളതാണ്. കാരണം ഇതിപ്പോ ഒരു ഉദാഹരണമാണ്. കാരണം അത്രയും ഏറ്റവും ലാസ്റ്റ് വന്ന ഒരു ഉദാഹരണം മാത്രം കുറെ ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഒന്നിന് നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയാക്കണം, ആ കപ്പിൾസിനെ മാതൃകയാക്കണം എന്നുള്ള രീതിക്ക് നമ്മൾ ജീവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. എനിക്ക് ഏറ്റവും വലിയ ഒരു ഞെട്ടൽ എന്ന് സത്യം പറയുകയാണെങ്കിൽ ഞാനും ഈ പറയുന്നത് പോലെ രാവിലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, ഒരു യൂട്യൂബറിന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, അയാളിപ്പോൾ ഒരു നടനായിട്ട് അരങ്ങേറി 1 or 2 സിനിമയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചാലും 2 സിനിമയിൽ ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ചാലും അയാൾ അഭിനയിച്ചു, അയാളൊരു നടനാണെന്ന് അംഗീകരിക്കാൻ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ തള്ളി പറയുന്ന സമയത്താണ് ആ ഭാര്യ പോലും ഇട്ടെറിഞ്ഞു പോകുന്നത്. നമ്മളിപ്പോൾ വിജയിൻ്റെയും തൃഷയുടെയും സംഗീതയുടെ ഒക്കെ കാര്യം എടുത്ത് പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇല്ലായ്മകളിൽ നിന്ന് എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളാണ് സംഗീത. പക്ഷേ സക്സസ്സിലെത്തിയ സമയത്ത് വിജയ് അവളെ ഇട്ടിട്ട് പോകാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലാണ്. ഇപ്പോൾ അവർ ഡിവോഴ്സ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും അവരെ കാര്യങ്ങൾ ചർച്ചയാകുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യം, വിജയിനെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളെ അവസാന ഘട്ടത്തിൽ ഇട്ടിട്ട് പോയി എന്നുള്ള രീതിയിലാണ്. അതേപോലെ തന്നെയാണ് എനിക്ക് ഈ യൂട്യൂബറിൻ്റെ കാര്യം തോന്നുന്നത്. കാരണം ഈ അടുത്ത് വന്ന പല ഇൻ്റർവ്യൂസിലും ഈ ഓൺലൈൻ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പം ആ യൂട്യൂബർ അല്ലെങ്കിൽ ആ നടൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തൻ്റെ ഭാര്യ വന്നതിന് ശേഷമാണ് ഒരു ലെക്ക് എന്നുള്ള പോലെ സക്സസ് ആവാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞത്. അത്രയും പറഞ്ഞ് ആ ഭാര്യനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഇട്ടിട്ട് പോകുന്നു. ഇട്ടിട്ട് പോകുന്നതിനേക്കാളും ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, ഒരു ഇവർ ഒളിച്ചോടി പോകുന്നതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് പുറത്ത് വിടുമ്പോഴും പലരും ഇവരെ എന്താണ് പറയുന്നത്, കണ്ടന്റ് ആക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. പക്ഷെ അത് ആ വ്യക്തിനെ എങ്ങനെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല ഇത് വൈറലാക്കിക്കൊണ്ടിരിക്കുന്നവര് ഈ പറയുന്നത് പോലെ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇവർ രണ്ടാളും എടുത്ത നിലപാടുകളുടെ ഒരു വിഷയമാണ്. അതായത് ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ തൻ്റെ വീട്ടുകാരോട് പറയായിരുന്നു. ഈ പറയുന്നത് പോലെ ഇവരെ സംസാരത്തിൽ നിന്നോ ഇവരെ സുഹൃത്തുക്കളെ സംസാരത്തിൽ നിന്നൊന്നും ഇയാളൊരു ടോക്സിക് ആണ് എന്ന് തോന്നിയിട്ടില്ല. ചിലപ്പോൾ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്കത് വീട്ടിൽ പറയാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇവൻ ഇപ്പോൾ അവളെടുത്ത തീരുമാനം അതാണ് അവളെ ഇഷ്ടമെങ്കിൽ അവൾ പൊക്കോട്ടെ എന്ന് പറയുന്നതാണ് ഈ വ്യക്തിയെങ്കിൽ അയാളോടെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു ഇത്. പക്ഷേ ഇത് തലേ ദിവസം പെട്ടെന്ന് ബാഗും പാക്ക് ചെയ്ത് ഒളിച്ചോടി പോകുന്നതിൻ്റെ ഒരു വീഡിയോ പുറത്തു വരുന്നതോടുകൂടെ ഇപ്പോൾ ഇവരെ വിവാഹം എന്ന് പറയുന്നത് 2 ഫാമിലിയും അറിഞ്ഞ് കല്യാണം കഴിപ്പിച്ചാണ്. പ്രണയമായിരുന്നെങ്കിലും ഭയങ്കര ആഘോഷത്തിൽ നടത്തിയൊരു വിവാഹമാണ്. അപ്പോൾ വീട്ടുകാർ നാണം കെട്ടു, ഈ പറയുന്ന ഭർത്താവ് നാണം കെട്ടു. കമന്റ് ബോക്സിൽ വന്നിരുന്നത്, ഇനി അവളെ മറ്റേ സ്വന്തം വീട്ടുകാര് കുടുംബത്തിൽ കയറ്റില്ല, അവൾ അങ്ങനെ ഒരു മകളില്ല, അവളെ വേണ്ട എന്നൊക്കെയാണ് കുടുംബം പോലും പറയുന്നത്. ഇവരെ ഭാഗം മാത്രമല്ല, സ്വാഭാവികമായിട്ടും ഇപ്പൊ ആരെ കൂടെയാണോ പോയത് അയാളും നാണം കെട്ടു എന്നുള്ളതാണ് വസ്തുത. അതായത് അയാളുടെ ഏജ് വെച്ചിട്ടാണെങ്കിലും അയാളുടെ ലുക്ക് വെച്ചിട്ടാണെങ്കിലും അയാളിപ്പോ താമസിക്കുന്ന ഒരു ഏരിയ വെച്ചിട്ടാണെങ്കിലും ഒക്കെ അയാളെ മോശക്കാരനാക്കുന്നു. എന്തിനെ നീ ഇയാളെ വിട്ടിട്ട് ആ പറയുന്ന വ്യക്തിയെ ചൂസ് ചെയ്തു എന്ന തരത്തില് ചോദ്യങ്ങൾ വരുന്നു. ഇതൊരു പക്ഷേ ഡിവോഴ്സ് അല്ലെങ്കിൽ മ്യൂച്വലി പിരിഞ്ഞു എന്ന്
എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആളുകളാണല്ലോ. അപ്പം അതുപോലെ അറിയിച്ചതിന് ശേഷം വേറൊരാളെ ചൂസ് ചെയ്തായിരുന്നെങ്കിൽ ഇത്രയും വലിയ കോൺട്രവേഴ്സി ആവില്ലായിരുന്നു. എന്തായാലും പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരാളെ ലൈഫിൽ കൂടെ ജീവിക്കുകയാണെങ്കിൽ അയാളുമായിട്ട് ഒത്തുപോകാൻ പറ്റൂല എന്നാണ് തീരുമാനമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം അയാളെ അറിയിക്കുക. അയാൾ അതിന് സമ്മതിക്കുന്നില്ല, നിങ്ങൾക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ജീവിതം അതിന് അനുവദിക്കുന്നില്ല എങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുത്തതിന് ശേഷം അവരെ ബന്ധുക്കളെ കുടുംബക്കാരെ അറിയിക്കാം. ഇവരൊക്കെ അറിയിച്ച് സമ്മതിച്ചില്ല അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല, തൻ്റെ തീരുമാനം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇതുപോലൊരു നിയമ സംവിധാനങ്ങളിലേക്ക് പോകുന്നതും ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ആള് ടോക്സിക് ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തീരുമാനം ടോക്സിക് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ആൾ ടോക്സിക് അല്ല, വളരെ ശാന്തനായിട്ടൊരു സ്വഭാവക്കാരനാണ് എന്നാണ് സുഹൃത്തുക്കൾ പോലും പറയുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള പല സുഹൃത്തുക്കളും ഇതിനെ വിമർശിച്ചുകൊണ്ടും ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം നൽകിക്കൊണ്ടും പലരും ഇപ്പൊ രംഗത്ത് വരുന്നുണ്ട്. അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് ആളൊരു സൈലന്റ് നേച്ചറാണ്, ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ആൾ പ്രതികരിക്കാൻ പോകുന്നില്ല. പരാതിയായിട്ട് പറഞ്ഞത് ഇയാളെ കരിയറിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തതെന്ന്. നല്ലൊരു പ്രൊഫഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് തന്റെ കരിയറിന് വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു കാര്യം. ഇനിയിപ്പോൾ അഥവാ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു ഫാമിലി എന്നൊക്കെ പറയുന്നത് നമ്മൾ രണ്ടുപേരും മാത്രം വിചാരിക്കുന്ന ഒരു സംഭവമല്ല. സ്വാഭാവികമായിട്ടും ഒരു വലിയൊരു കുടുംബം എന്ന് പറയുന്നത് ആണിൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാരും അവരുടെ ബന്ധുക്കളും ഒക്കെ ചേർന്നുകൊണ്ടുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ അവരെയൊക്കെ ബാധിക്കുന്ന വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ചിന്തിക്കാമായിരുന്നു. ചിന്തിച്ചതിന് ശേഷം ഇതാണ് തീരുമാനമെങ്കിൽ മ്യൂച്വലി പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന മൂന്നാമത്തെ ആ വ്യക്തിക്ക് പോലും നാണക്കേട് ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെ പോലും സൈബർ അറ്റാക്ക് നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും നാളെ ഒരിക്കൽ എല്ലാവർക്കും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടതാണെന്നൊരു ബോധം എന്ത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണം. അല്ലെങ്കിൽ ഇങ്ങനെ പിന്നീട് നമ്മൾ ആലോചിച്ചിട്ട് അയ്യോ അത് വേണ്ടായിരുന്നു പിന്നീട് നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളത് ചെയ്തു പോയി. പൊതുസമൂഹത്തിന് മുന്നിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ അതൊരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും പല തെറ്റുകളും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ആലോചിച്ച് ഖേദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആലോചിക്കണം, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിവുള്ളവരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്തായാലും വിവാഹം അത്ര എളുപ്പമുള്ള കാര്യമല്ല, വിവാഹ ജീവിതവും എളുപ്പമുള്ള കാര്യമല്ല. അതൊക്കെ ആലോചിച്ചും കണ്ട് തീരുമാനിക്കുക. ആരെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ബാധിക്കുക എന്നുള്ളതൊക്കെ കണ്ട് തീരുമാനിച്ചതിന് ശേഷം മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അടുത്തൊരു ചർച്ച വരുന്നത് വരെ നമസ്കാരം.